ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ CozyTalk പ്രിയ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിരിക്കാനായിട്ടുള്ള വെറും 4 റെമഡീസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടാകാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയി പൈസ കളയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഈ ഞാൻ ഇന്ന് പറയുന്ന 4 ടിപ്സുകൾ മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. അത് കഴിഞ്ഞ് എടുത്തിരിക്കുന്നത് എഗ് വൈറ്റും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്താണ്. പിന്നെ പാലും അതുപോലെ തന്നെ തൈരും കുക്കുംബർ ജ്യൂസും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് ക്ലീൻ ചെയ്യണം. എന്തെങ്കിലും ഒരു കോട്ടണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ പോർസ് ഒക്കെ ഓപ്പൺ ആകാനും പിന്നെ ഫേസ് ഒന്ന് ക്ലീൻ ആകാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കുകൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് സ്കിന്നിന് കൂടുതൽ നല്ലതാണ്. ഇനി അടുത്തൊരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് തണുത്ത പാലെടുത്ത് എന്തെങ്കിലും കോട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുറച്ച് പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഐസ് ട്രേയിൽ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവാണ് നമ്മുടെ ഫേസിന്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു തക്കാളി എടുക്കുക, അതിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒലിവ് ഓയിലിന് പകരം നമുക്ക് തേൻ ഉണ്ടെങ്കിൽ അതായിട്ടും മിക്സ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു തിളക്കം ഉണ്ടാകാനായിട്ട് നമുക്ക് തേനെന്ന് പറയുന്നത് ഒലിവ് ഓയിലിനെക്കാട്ടിലും നല്ലതാണ്. തക്കാളി നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസിനെ നീക്കം ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സിനൊക്കെ റിമൂവ് ചെയ്യാനും ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആണ്. ഇതൊരു 5 മിനിറ്റ്സ് നമ്മുടെ ഫേസിലൊന്ന് റൗണ്ടായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് നമ്മുടെ റൗണ്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കുംബർ ജ്യൂസും തൈരുമാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. തൈര് നമ്മുടെ ഫേസിന് നല്ലൊരു തെളിച്ചവും അതുപോലെ തന്നെ തണുവും ഉണ്ടാക്കുന്നു. കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഒരു ഫ്രഷ്നെസ് കിട്ടാനും അതുപോലെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുക്കുംബർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നെക്ക് പൊസിഷനിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ ഈ റെമഡീസ് എല്ലാം തന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈമിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനായിട്ട് ഇത്രയും പറഞ്ഞ സ്റ്റെപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എഗ് വൈറ്റും അലോവേര ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു തിളക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇന്ന് കാണിച്ച എല്ലാ സ്റ്റെപ്സുകളും നിങ്ങൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. വെറും ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകും. അതുപോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റെമഡീസാണ്. അപ്പോൾ ഈ ഒരു പാക്കും നമുക്ക് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒരു കോട്ടൺ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എൻ്റെ നെക്ക് പൊസിഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ഡിഫറൻസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.